ജീവിതത്തിന്റെ വരുമാനം തേടിയല്ലാതെ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ദുരന്തങ്ങളും നടന്നിടത്തേക്കെല്ലാം രാജേഷ് മാറി നടന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സഹോദരനെ നഷ്ടപ്പെട്ട ആ വീടിന്റെ ജീവിത ദുഃഖം 2 വർഷം പൂർത്തിയായി. അതിന്റെ 2ാം വാർഷിക ചടങ്ങുകൾ കഴിഞ്ഞ ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോഴാണ് രാജേഷിനെയും നഷ്ടപ്പെടുന്നത്. നമ്മൾ എത്ര പറഞ്ഞാലും രാജേഷിന്റെ ത്യാഗത്തിന് പകരമാവില്ല എന്നറിയാം. പക്ഷേ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, സ്വന്തം ജീവനേക്കാൾ മറ്റുള്ളവരുടെ ജീവന് വില കൽപ്പിക്കുമ്പോഴാണ് അതിനെ ത്യാഗമെന്ന് നമ്മൾ വിളിക്കുന്നത്, അല്ലേ? സ്വന്തം ജീവനെക്കാട്ടിലും മറ്റുള്ളവരുടെ ജീവന് വില കൽപ്പിക്കുന്ന ഒരു മനുഷ്യനെയാണ് നമ്മൾ ത്യാഗി എന്ന് വിളിക്കുന്നത്. ആ അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെത് ഒരു മരണമല്ല, അതൊരു ജീവത്യാഗമാണ്, ഒരു സംശയവുമില്ല. എല്ലാവരുടെയും ഹൃദയത്തിൽ രാജേഷ് ജീവിക്കും. രാജേഷിന് മുമ്പിൽ നമ്മൾ ബഹുമാനത്തോടെ തലകുനിച്ച് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ 2 മക്കളെ നഷ്ടപ്പെട്ട ആ കുടുംബത്തിന്റെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് അവിടെ നിന്ന്. നേരത്തെ ശ്രാവൺ പറഞ്ഞ പോലെ ആ കുടുംബത്തെ പിടിച്ച് കരകയറ്റണം. വലിയ ബാധ്യതയിൽ, വീരാവേദനയിൽ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സമയമോ കാലമോ നോക്കാതെ യാത്ര ചെയ്തിരുന്ന രാജേഷിന്റെ കുടുംബത്തെ താങ്ങി നിർത്താനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്, സ്റ്റേറ്റിനുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.